മഴക്കാലത്താണ് എലിപ്പനി കൂടുതലായി കാണപ്പെടുന്നത്. മലിനജലം, മണ്ണ് എന്നിവയുമായി സമ്പർക്കം ഉണ്ടായിട്ടുള്ളവർക്ക് രോഗസാധ്യത വളരെ കൂടുതലാണ്. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏകദേശം 10 ദിവസത്തിനകം രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും. പ്രാരംഭ ലക്ഷണങ്ങൾ മറ്റ് പകർച്ചപ്പനികളുടേതുപോലെ ശക്തമായ പനി, തലവേദന, ശരീരവേദന എന്നിവ ആയതിനാൽ പലപ്പോഴും വൈറൽ പനി പോലെയുള്ള പനിയെന്നു കരുതി രോഗനിർണയം വൈകിപ്പിക്കുകയും ചികിത്സ ഫലപ്രദമല്ലാതെ വരികയും ചെയ്യാം. ആരംഭത്തിലെ രോഗനിർണയം നടത്തി ചികിത്സ ചെയ്താൽ 100% ഭേദമാക്കാവുന്ന ഒരു രോഗമാണിത്. ചില ലക്ഷണങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ രോഗത്തെ ആരംഭത്തിൽ തന്നെ കണ്ടെത്താനും ചികിത്സിച്ച് ഭേദമാക്കാനും കഴിയും. എലിപ്പനിക്ക് പല ലക്ഷണങ്ങളുണ്ട്. പെട്ടെന്നുണ്ടാവുന്ന ശക്തമായ പനി, പനിയോടൊപ്പം ചിലപ്പോൾ വിറയലും ഉണ്ടാവാം. ശക്തമായ തലവേദന, പേശിവേദന, കാൽമുട്ടിന് താഴെയുള്ള പേശികളിലും നടുവിനും ആണ് വേദന കൂടുതൽ അനുഭവപ്പെടുന്നത്. കണ്ണിന് ചുവപ്പു നിറം, കണ്ണുകൾ ചുവന്ന് വീർക്കുന്നു, കണ്ണിന്റെ കൃഷ്ണമണിക്ക് ഇരുവശവും വെളുത്ത ഭാഗത്ത് ചുവപ്പു നിറം ഉണ്ടാകുന്നു. ഇതിന് കാരണം പനിക്കൊപ്പം കണ്ണുകളിൽ ഉണ്ടാവുന്ന രക്തസ്രാവമാണ്. രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നായ ഇത് ഉണ്ടാവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതും ഉണ്ടായിട്ടില്ലെങ്കിൽ ഒട്ടും വൈകാതെ വൈദ്യസഹായം തേടേണ്ടതുമാണ്. മഞ്ഞപ്പിത്തം, ത്വക്കിനും കണ്ണുകൾക്കും മഞ്ഞ നിറമുണ്ടാവുക, മൂത്രം മഞ്ഞ നിറത്തിൽ പോവുക എന്നിവ മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങളാണ്. ശക്തമായ പനിയോടൊപ്പം മഞ്ഞപ്പിത്തം ഉണ്ടാവുന്നുവെങ്കിൽ എലിപ്പനിയാണോ എന്ന് ബലമായി സംശയിക്കണം. മഞ്ഞപ്പിത്തത്തോടൊപ്പം വിശപ്പില്ലായ്മ, മനമറിച്ചിൽ, ഛർദി എന്നിവയും ഉണ്ടാവാം. ചിലർക്ക് വയറ്റിൽ വേദന, ഛർദി, വയറ്റിളക്കം, ത്വക്കിൽ ചുവന്ന പാടുകൾ എന്നിവ ഉണ്ടാവാം. എല്ലാവർക്കും എല്ലാ ലക്ഷണങ്ങളും കാണണമെന്നില്ല. രോഗാണുബാധയുള്ള ചിലർക്ക് ചിലപ്പോൾ ലക്ഷണങ്ങൾ ഒന്നും തന്നെ പ്രകടമാവണമെന്നുമില്ല. ലക്ഷണങ്ങൾ ഉണ്ടാവുന്നതിനനുസരിച്ച് രോഗത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ആദ്യഘട്ടത്തിൽ പനി, തലവേദന, ശരീരവേദന എന്നിവ ഉണ്ടാവുന്നു. അല്പ ദിവസത്തിനകം ഇവയ്ക്ക് ശമനമുണ്ടാവുന്നുവെങ്കിലും ചിലർ രോഗത്തിന്റെ 2ാം ഘട്ടമായ ഗൗരവമായ വൃക്ക പരാജയത്തിലേക്ക് കടക്കുന്നു. രോഗസങ്കീർണതകൾ ഉണ്ടാവുന്നതിനനുസരിച്ച് ലക്ഷണങ്ങളിലും മാറ്റം വരും. ഉദാഹരണമായി എലിപ്പനി കരളിനെ ബാധിക്കുമ്പോൾ മഞ്ഞപ്പിത്തവും, വൃക്കകളെ ബാധിക്കുമ്പോൾ മൂത്രത്തിന്റെ അളവ് കുറയുക, രക്തം കലർന്ന മൂത്രം പോവുക, കാലിൽ നീരുണ്ടാവുക എന്നിവയും ഉണ്ടാകുന്നു. ചിലരിൽ രക്തസ്രാവം ഉണ്ടാവാം. ആരംഭത്തിൽ തന്നെ ചികിത്സ ലഭിക്കാത്ത അവസ്ഥയിൽ രോഗം മൂർച്ഛിച്ച് കരൾ, വൃക്ക, തലച്ചോർ, ശ്വാസകോശം തുടങ്ങിയവയിലേക്ക് ബാധിക്കുകയും രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിലാവുകയും ചെയ്യും. മലിനജലവുമായി സമ്പർക്കം വരുന്ന അവസരങ്ങളിൽ കയ്യുറ, മുട്ടുവരെയുള്ള പാദരക്ഷകൾ, മാസ്ക് തുടങ്ങിയ വ്യക്തി സുരക്ഷാ ഉപാധികൾ ഉപയോഗിക്കുക. ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും മലിനജലവുമായി സമ്പർക്കം വന്നവരും ഡോക്സിസൈക്ലിൻ ഗുളിക 200 മില്ലിഗ്രാം ആഴ്ചയിലൊരിക്കൽ കഴിക്കണം. മലിനജലവുമായി സമ്പർക്കം തുടരുന്നത്രയും കാലം ഗുളികയും തുടരണം. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുട്ടികളെ കളിക്കാൻ അനുവദിക്കരുത്. എലിപ്പനിയുടെ പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടുകയോ ആശുപത്രികളെ സമീപിക്കുകയോ ചെയ്യണം. ഒരു കാരണവശാലും സ്വയം ചികിത്സ ചെയ്യരുത്.